അതുപോലെ തന്നെ ഏത് കാര്യത്തിലും വീട്ടിൽ എല്ലാവരോടും സ്നേഹമായിട്ട് സഹോദര സ്നേഹത്തോടു കൂടി കഴിയണം. സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യം ലോകത്ത്. പണമോ സ്വത്തോ സ്വർണമോ ഒന്നുമല്ല, സ്നേഹം. ആ സ്നേഹം ഉണ്ടാവണം. എല്ലാ വലിയവരോട് അഭിമാനത്തോടു കൂടി അവരോട് നല്ല രീതിയിൽ അനുസരണയോടുകൂടി ജീവിക്കണം, വളരണം. കേട്ടോ. മാത്രമല്ല ബീഡി, സിഗരറ്റ്, പുകയില ഇങ്ങനെയുള്ള നമുക്ക് തലയ്ക്ക് ലഹരി കയറുന്ന യാതൊരു വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കേട്ടോ. ഇന്ന് അതിൻ്റേതായ ദിവസമാണ്. അത് ലോകത്തെ മനസ്സിലാക്കിക്കാനുള്ള ദിവസമാണ് ഇന്ന്, ജൂൺ 26. ഓർമ്മയിൽ വയ്ക്കുക. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശവുമായി പത്തനാപുരം ഗാന്ധിഭവനിലെ അമ്മമാർ സെൻറ്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെത്തി. മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന സന്ദേശം ഉൾപ്പെടുത്തിയ പ്ലക്കാർഡുകളുമേന്തിയാണ് 10 അമ്മമാരടങ്ങുന്ന സംഘം സ്കൂളിലെത്തിയത്. സ്കൂൾ അസംബ്ലിയിൽ പ്രഥമാധ്യാപകൻ സ്ലീബ വർഗീസ് ഗാന്ധിഭവനിലെ അമ്മമാരെ സ്വാഗതം ചെയ്തു. ഗാന്ധിഭവൻ മാനേജിംഗ് ഡയറക്ടറും റിട്ടയർഡ് RDOയുമായ B. ശശികുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും ചേർന്ന് അമ്മമാരെ ആദരിച്ചു. ഗാന്ധിഭവൻ അന്തേവാസികളായ വാസന്തി, പ്രഭാവതി, രാജമ്മ, സരോജിനി, നിർമ്മല, ചിന്നമ്മ, വിജയകുമാരി, രാജമ്മ, ജഗദമ്മ, ലളിതാംബിക വാരസ്യാർ, വിജയമ്മ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. തുടർന്ന് ക്ലാസ്സുകളിലെത്തി വിദ്യാർത്ഥികൾക്കൊപ്പമിരുന്ന അമ്മമാർ ലഹരി വിരുദ്ധ സന്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി. സ്കൂളിലെ ലഹരി വിരുദ്ധ റാലി ഗാന്ധിഭവൻ അന്തേവാസിയായ പ്രഭാവതിയമ്മ ഫ്ലാഗ് ഓഫ് ചെയ്തു. പത്തനാപുരം KSRTC സ്റ്റാൻഡിലെത്തിയ വിദ്യാർത്ഥികൾ യാത്രക്കാർക്കും ജീവനക്കാർക്കുമായി ലഹരി വിരുദ്ധ സന്ദേശവും നൽകി. ഗാന്ധിഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി G. ഭുവനചന്ദ്രൻ, HR മാനേജർ സന്തോഷ് G. നാഥ്, ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ, സേവന പ്രവർത്തകരായ അരവിന്ദ, SR റജി, ചിഞ്ചുമോൾ എന്നിവർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മദ്യപാനമുള്ള ആൾക്കാരുണ്ടോ? നീ എന്തെങ്കിലും ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. ഒരിക്കലും അത് ഉപയോഗിക്കരുത്. കേട്ടോ. മദ്യം നമുക്ക് വിഷമാണ്. വിഷം മാത്രമല്ല, ആരോഗ്യം മാത്രമല്ല, പണച്ചെലവുണ്ട്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ഇത്രയും എണ്ണത്തിൻ്റെ ജീവൻ നിങ്ങളുടെ ഒരാളുടെ കയ്യിലല്ലേ, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ മദ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഡ്രൈവിംഗ് ചെയ്യരുത്. അത് ചേട്ടൻ്റെ എനിക്ക് ഉറപ്പ് തരാം. സമ്മതിച്ചോ? ഒരിക്കലും തെറ്റായിട്ട് പോകരുത്. ഞാൻ ഗാന്ധിഭവനിൽ നിന്ന് വരുന്ന ആളാണ്. ഗാന്ധിഭവനിൽ ഞങ്ങൾ താമസിക്കുന്ന ആളാണ്. കേട്ടോ. 1500 പേര് ഒന്നിച്ച് താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബമാണ് ഞങ്ങളുടെ ഗാന്ധിഭവൻ. അവിടെ നിന്നുള്ള അമ്മമാരാണ്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ചേട്ടനെ അറിയുന്ന എല്ലാ ഫ്രണ്ട്സുകളോടും ഇത് പറയുക. ഒരമ്മയുടെ അഭ്യർത്ഥന പറഞ്ഞ് ഉപദേശിക്കുക. മക്കളും കുടുംബവും ഒക്കെ ഉള്ളവരല്ലേ, അത് ഒരിക്കലും നഷ്ടപ്പെടാൻ ഇടവരുത്തരുത്. താമസിക്കാതെ ആയിക്കോളും. കേട്ടോ. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.